ഏറെ പ്രിയപ്പെട്ട മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പുതുതായി റീലോഞ്ചിങ്ങിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മാനേജ്മെൻറ്റ് ടീം, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വളരെയധികം സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പുതിയ റീലോഞ്ചിങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളതിൽ കൃതാർത്ഥതയോടുകൂടിയാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത്. ഏറെ പ്രിയപ്പെട്ട സ്നേഹിതനും സഹോദരനും വെൽവിഷറുമായിട്ടുള്ള ഷറഫുദ്ദീൻ മാഷിൻ്റെ സ്നേഹനിർഭരമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചാണ് ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ നടന്നതായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പുതിയ ഒരു റീലോഞ്ചിങ്ങിലേക്ക് അതിൻ്റെ ആന്തരിക ഘടനയിൽ, അതിൻ്റെ അക്കാഡമിക് അന്തരീക്ഷത്തിൽ, അതിൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് പുതിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അഴകോടുകൂടി ഈ 2025 തുടക്കത്തിൽ ഈ നാടിന് സമർപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറെ സൗകര്യങ്ങളും ആകർഷണീയമായിട്ടുള്ള കാഴ്ചപ്പാടും എല്ലാം ഒത്തിണങ്ങിയതായിരിക്കുന്ന ഒരു ക്യാമ്പസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും അവശ്യ ഘടകവുമാണ്. നമ്മുടെ ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, നമ്മുടെ ജില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് നമ്മുടെ ജില്ലയെ ടേബിൾ ചെയ്തിരിക്കുന്നത് ആസ്പിരേഷണൽ റാങ്കിങ്ങിലാണ്. ആസ്പിരേഷണൽ റാങ്കിങ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ ആസ്പിരേഷണൽ റാങ്കിങ് ഉള്ള ഏക ജില്ല നമ്മുടെ ജില്ലയാണ്. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓണർ. ജുനൈദ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകന്മാരും എല്ലാവരും ഇവിടെയുണ്ട്. അതൊരിക്കലും ഒരു ബഹുമതിയല്ല. നമ്മൾ പല കാര്യത്തിലും നമ്മൾ പിറകില്ല. അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ, കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ, ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ, ഹെൽത്ത് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ തുടങ്ങി സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജില്ല കേരളത്തിലെ 13 ജില്ലകളെക്കാൾ പിറകിലാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വകഞ്ഞു മുന്നോട്ട് പോകാൻ വലിയ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതിനനുസരിച്ച മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാവണം. പൊതുസമൂഹത്തിൻ്റെ വളർച്ചയും അതോടൊപ്പം ഉണ്ടാവണം. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ്
നിലവിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് സ്വാഭാവികമായും സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഷർഫുദ്ദീൻ മാഷ് സംസാരിച്ച വേളയിൽ അദ്ദേഹം ഇട്ടേച്ചു പോയതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംസാരമുണ്ട്. എന്തിനാണ് വിദ്യാഭ്യാസം? ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ കുട്ടികൾ നാളുകളിലെ ഏറ്റവും വലിയ മിടുക്കന്മാരും മിടുക്കികളുമാകണം. അവർ ടെക്നോക്രാറ്റുകളാകണം. അവർ എഞ്ചിനീയറിംഗ് വളരെ മനോഹരമായി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികളാകണം. അവർ സിവിൽ സർവൻറ്റുകളാകണം. അവർ ബിസിനസ് മാഗ്നറ്റുകളാകണം. അവർ ഡോക്ടേഴ്സ് അടക്കമുള്ള പ്രൊഫഷനിലേക്ക് പോകണം. കോളേജ് പ്രൊഫസർമാരും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സായി അവർ മാറണം. അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിലുള്ള വിവിധ മേഖലകളിലേക്ക് വളരാൻ കേൾപ്പുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറണം എന്നുള്ളതാണ് രക്ഷിതാക്കൾ എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം, നമ്മുടെയൊക്കെ ആഗ്രഹം. ഇന്ന് സാമൂഹ്യ പ്രതലത്തിൽ ആഗ്രഹത്തോടൊപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ജാഗ്രതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ആ ജാഗ്രത എത്രത്തോളം വേണം എന്നുള്ളതിൻ്റെ ഏറ്റവും അപകടകരമായ സൂചനകളെയാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. 29 കിലോമീറ്റർ റേഡിയസിനകത്ത് 22 വയസ്സുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ 4 പേരും തനിക്ക് വേണ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു കുട്ടിയെ ഉൾപ്പെടെ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അവസാനം പോലീസിന്റെ മുമ്പിൽ ഞാൻ 5-6 പേരെ കൈകാര്യം ചെയ്തിട്ടാണ് വന്നത് എന്ന് ഒരു കൂസലുമില്ലാതെ പറയാൻ സാധിക്കുന്നതായ ഒരു പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസങ്ങൾക്കപ്പുറം താമരശ്ശേരിയിൽ നിന്ന് ഞാനും നിങ്ങളും കേട്ടതായിരിക്കുന്ന അതിദാരുണമായ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ഉമ്മ ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഏക മകനാണ്. ഉമ്മയെ ശുശ്രൂഷിക്കാൻ മകന്റെ ഒരു സൗകര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഉമ്മയുമായി ചെറിയ വാക്കേറ്റം കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ അടുത്ത വീട്ടിൽ പോയി കൊടുവാളും വാങ്ങി. ആവശ്യത്തിന് തേങ്ങ പൊതിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കൊടുവാള് വാങ്ങി ഉമ്മയുടെ അടുത്ത് പോയി നിർദാക്ഷിണ്യം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഗുരുതരമായിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടു. ഞാൻ അവിടെ പോയിരുന്നു. ആ വാർത്തയുടെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. അറിയാൻ സാധിച്ചതായ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്തേ നീ ഉമ്മയെ വധിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നത്, 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി ഓമനിച്ച് മുത്തം വെച്ച് വളർത്തി വലുതാക്കി. മഹാദേവി പ്രസാദ് വർമ്മ പറഞ്ഞതുപോലെ, ഒന്ന് കരയുമ്പോഴത്തേക്ക് ദാദാനെ ചന്ത നിഖലായ നേത്ര നീറു ദമക്കുടെ എന്നൊക്കെ പറഞ്ഞതുപോലെ, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, ഒന്ന് കരയുമ്പോഴത്തേക്ക് അമ്പിളിമാമനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് മനോഹരമായി ആ കുട്ടിയെ വളർത്തി വലുതാക്കി. അവനുമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന വാചകം, എനിക്ക് ജന്മം നൽകിയതിൻ്റെ പാരിതോഷികമാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് നൽകിയത് എന്നുള്ളതാണ്. ഈ തലമുറ, ഒരു തലമുറ 7 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ചുകൊണ്ട് ഒരു അധ്യാപക സംഘടനയുടെ യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം തീർച്ചയായും രക്ഷാകർത്താക്കളുടെ വേദിയിൽ പറയണം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ വാചകം, ലഹരി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിവിധ സ്കൂളുകളിലും നമ്മുടെ വിവിധ മാർക്കറ്റുകളിലും നമ്മുടെ കുട്ടികൾ പോകുന്ന ഇടങ്ങളിലുമൊക്കെ ഈ ലഹരിയുടെ ഓരോ ഇടം കൊള്ളുന്നുണ്ട് എന്നുള്ള വാണിംഗാണ് കേരളീയ പൊതുസമൂഹത്തിന് കൈമാറുന്നത്. ഒരിക്കലും ഇല്ലാത്ത തലങ്ങളിൽ
ലഹരി ഒരു വലിയ നീരാളിപ്പിടുത്തത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുപോകുന്നു. ഈ സിഗരറ്റിൽ നിന്ന്, വേപ്പിൽ നിന്ന്, MDMA-യിൽ നിന്ന്, കൊക്കൈനിൽ നിന്ന് വിവിധ തലങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ മക്കൾക്ക് അതില്ലാതെ ജീവിക്കാൻ കടന്നു പോകാൻ സാധിക്കാത്തതായ ഒരു തലങ്ങളിലേക്കും ഉപ്പയും ഉമ്മയും അമ്മയും അച്ഛനും സഹോദരിയും ആര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ധാർമ്മികതയുടെ ഒരു ചെറിയതായിരിക്കുന്ന ലക്ഷണം പോലും ഇല്ലാത്തതായ ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ ദേശീയ വീക്ഷണവും സാമൂഹ്യ ബോധവും കുടുംബത്തോട് ഉത്തരവാദിത്വവും ലഹരിയോട് നോയും പറയുന്നതായ ഒരു ഉത്തമമായ മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന തലം എന്നുള്ള വലിയതായ സങ്കല്പത്തിലേക്കാണ് നാം നമ്മുടെ കുട്ടികളെ മുഴുവൻ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ദിവസം അസംബ്ലിയിൽ വൈകാരികമായി സംസാരിച്ച ഒരു കുട്ടിയെ സന്ദർശിച്ചതായ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ കുട്ടി കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള ഒരു സ്കൂളിൽ നല്ലപോലെ കബഡി കളിക്കും, നല്ലപോലെ ചിത്രം വരയ്ക്കും. ആ കുട്ടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ്. ആ കുട്ടി ലഹരിക്ക് അടിമപ്പെടുകയാണ്. ഒരു ദിവസം അത് പിടിക്കപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ സംവാദം പൊതുസമൂഹത്തിൽ നടന്നു. ഞാനൊരു ദിവസം രാത്രി 8ാം ക്ലാസ്സിലാണ് ആ കുട്ടി പഠിക്കുന്നത്. ഞാനൊരു ദിവസം രാത്രി 12:30 മണിക്ക് ആ കുട്ടി താമസിക്കുന്ന മാട്ടൂൽ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു തീരപ്രദേശത്ത് ആ കുട്ടിയുടെ വീട്ടിൽ പോയി. ആ കുട്ടി താമസിക്കുന്ന വീട്ടിൽ ഞാൻ ചോദിച്ചു, ആ കുട്ടി കുറെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഞാനും ചോദിച്ചു ആ കുട്ടിയോട്, എന്തേ ഇടത് കൈയുടെ നടുവിരലിന്റെ നഖത്തിന് എന്താണ് പറ്റിയത്? ആ കുട്ടി പറഞ്ഞത്, സാർ, അവർ ആ നഖം അങ്ങ് പോറി അങ്ങ് ചെകഞ്ഞ് അവർ അതങ്ങ് ഇല്ലാതെയാക്കി. എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ചോദിച്ചു. ആ കുട്ടി പറഞ്ഞത്, എന്റെ പോരിക്കളഞ്ഞതായിരിക്കുന്ന നഖത്തിന്റെ മേലൊരു പിന്നുകൊണ്ട് അവർ പോറും. ആ പിന്നുകൊണ്ട് പോറുമ്പോ അവിടെ മെല്ലെ ബ്ലഡ് കിനിഞ്ഞു വരും. ആ ബ്ലഡിൽ അവർ ഒരു വെളുത്ത പൗഡർ പുരട്ടും. എന്നിട്ട് പറഞ്ഞു, തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മാൾ അടക്കമുള്ള സ്ഥലത്തേക്ക് കാരിയറായി ഈ കുട്ടിയെ അവർ ദുരുപയോഗം ചെയ്തു. ആ കുട്ടി ഈ ലഹരിയുടെ ഒരു വലിയ അഡിക്റ്റായി ഈ കുട്ടി മാറുകയാണ്. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ആലോചിച്ചു നോക്കണം. നല്ലപോലെ കബഡി കളിക്കുന്ന, നല്ലപോലെ വായിക്കുന്ന, നല്ലപോലെ ചിത്രം വരയ്ക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലുള്ളതായ ഒരു കുട്ടിയാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കടന്നുപോയ ഒരു മനോഹരമായി വളരേണ്ടതായിരിക്കുന്ന കുട്ടി. ഞാൻ ഇടയ്ക്ക് കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന വഴിയിൽ ലൂയിസ് മൗണ്ട് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ പരിപാടികളിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോ അവിടെ സിസ്റ്റേഴ്സും ഒക്കെയായി സംസാരിക്കാൻ, ഡോക്ടേഴ്സും ഒക്കെയായി സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. അവർ പറയുന്നു, പുറത്ത് പഠിക്കുന്ന, അകത്ത് സ്റ്റേറ്റിൽ പഠിക്കുന്ന മക്കളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് അവിടെയുള്ള ഡി അഡിക്ഷൻ സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നത്. കരുതലില്ലാതെ ഒരു കുട്ടി വളരണമെങ്കിൽ, ഒരു കുട്ടി ഒരു കംപ്ലീറ്റ് സ്റ്റുഡന്റായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഒരു കംപ്ലീറ്റ് സ്റ്റുഡന്റ് എന്നുള്ളത് ഒരു ത്രികോണമാണ്. ആ ത്രികോണത്തിന്റെ മുകളിലാണ്, അതിന്റെ മുകളിലത്തെ കോണിലാണ് ആ കുട്ടിയുള്ളത്. അതിന്റെ 2 ഭാഗത്തുള്ള കോണുകളിൽ ഒരു ഭാഗത്ത് അധ്യാപകരാണ്, ഒരു ഭാഗത്ത് രക്ഷാകർത്താക്കളാണ്. അധ്യാപകരും രക്ഷാകർത്താക്കളും പരസ്പരമുള്ള ഒരു സമന്വയത്തോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു സമ്പൂർണമായ കുട്ടിയെ വാർത്തെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ധാർമ്മിക ശേഷിയുള്ള, കോൺഫിഡൻസ് ഉള്ള, എല്ലാ ചാലഞ്ചസിനെയും നേരിടാൻ കഴിയുന്ന, യെസ് പറയേണ്ടിടത്ത് യെസും നോ പറയേണ്ട അധാർമികമായ മേഖലയോട് ധാർമ്മിക ശേഷിയോട് നോ പറയാനും സാധിക്കുന്ന കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം, ഉത്തരവാദിത്വം. അത് കരഗതമാക്കാൻ ഏറ്റവും പ്രധാനം അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള സമ്പൂർണമായ സമന്വയമാണ്. ആ തലത്തിൽ മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന ഈ പുതിയ റീലോഞ്ചിങ്ങിന് വിധേയമാകുന്ന കലാലയം കോൺഫിഡൻസ് കിട്ടുന്ന, നോ പറയേണ്ടിടത്ത് നോ പറയാൻ, യെസ് പറയേണ്ടിടത്ത് യെസ് പറയാൻ, ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരാൻ, എല്ലാ തലത്തിലും ഏറ്റവും മാതൃകാ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു ഉത്തമ മാനേജ്മെന്റിന്റെ കയ്യിലാണ്
ഈ പുതിയ സ്ഥാപനം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന മക്കൾക്ക് ആസുരതയുടെ ശക്തികളെ വിചാരധാരയോടുകൂടി കൃത്യയെ പ്രതിരോധിക്കാൻ മാനസികമായ കെൽപ്പും ലോകം നേരിടുന്ന വെല്ലുവിളികളെ അവധാനതയോടുകൂടി നേരിടാൻ കെൽപ്പുമുള്ള ഏറ്റവും നല്ല പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഉറച്ച വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ഈ മനോഹരമായിട്ടുള്ള കലാലയത്തിൽ നിന്ന് നിർമ്മാണാത്മകമായി പ്രദാനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ ഈ മനോഹരമായ കലാലയം പുതിയതായ നിർമ്മാണ സാമൂഹ്യ നിർമ്മിതിയിൽ വലിയ പങ്കാളിത്തം വഹിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. Modern English School.